we have Moreras Theorem. If a function f is continuous throughout a domain D, and if integral over C f of z dz equal to 0 for every closed contour C lying in D, then f is analytic throughout D. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെറ്റ് കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണ് ഫോർ എനി ക്ലോസ്ഡ് കർവ് സി ഇൻ ഡി. ഒരു ഡൊമൈൻ ഡിയിലുള്ള ഏത് ക്ലോസ്ഡ് കർവ് എടുത്താലും, അതിൽ ക്ലോസ്ഡ് കർവ് സി എടുത്താലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണ്. എഫ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ആ ഡിയിൽ അനാലിറ്റിക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ആൻറ്റി ഡെറിവേറ്റീവ് തിയറം മുമ്പ് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് തിയറം പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണെങ്കിൽ ഫോർ എവരി ക്ലോസ്ഡ് കർവ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് സെഡിന് ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടാവും. നമ്മളതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്, സ്മാൾ എഫ് ഓഫ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. ഇങ്ങനെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ആൻറ്റി ഡെറിവേറ്റീവ് തിയറം പറയുന്നത്. സോ ഈ എഫ് ഓഫ് സെഡ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിരിക്കും. That is, there exists an analytic function capital F of z such that small f of z equal to capital F dash of z. അതായത് സ്മാൾ എഫ് ഓഫ് സെഡിനെ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റും. സ്മാൾ എഫ് ഓഫ് സെഡിനെ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റും. നമ്മൾ എക്സ്റ്റൻഷൻ തിയറത്തിൽ പറഞ്ഞു ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മാൾ എഫ്. സോ സ്മാൾ എഫ് എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. സോ ദാറ്റ് ഈസ് Moreras theorem. Now next we have Cauchy's inequality or Cauchy's estimate എന്ന് പറയാറുണ്ട്. Cauchy's inequality or Cauchy's estimate. Suppose that a function f is analytic inside and on a positively oriented circle CR centered at Z0 and with radius R. If MR denotes the maximum value of mod f of z on CR, then modulus of fn of Z0 less than or equal to n factorial into MR divided by R raised to n, where n equal to 1, 2, 3, etc. സോ ഹിയർ നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ്. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. സെൻറ്റർ 0, 0യും റേഡിയസ് 6 ആയിട്ടുള്ള ഒരു സർക്കിൾ. സെൻറ്റർ Z0ഉം റേഡിയസ് 6 ആയിട്ടുള്ള സർക്കിൾ. ദാറ്റ് ഈസ് CR എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. CR പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് CR. ഈ CRൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. CRൻ്റെ ഇൻറ്റീരിയറിലും. മോഡ് എഫ് ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ MR എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. MR അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു MR ഓൺ CR. CRലെ മാക്സിമം വാല്യൂ MR ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ nth ഡെറിവേറ്റീവിൻ്റെ മോഡുലസ് അറ്റ് Z0 അതൊരു ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു MR n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ R റൈസ്ഡ്. അപ്പോൾ ഇതിനുപയോഗിക്കുന്നത് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷൻ ഫോർമുലയാണ്. സോ CR എന്ന് പറഞ്ഞാൽ സെൻറ്റർ Z0ഉം റേഡിയസ് 6 ആയിട്ടുള്ള സർക്കിളാണ്. മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു MR ആണ്. Then by extension of Cauchy's integral formula we have fn of Z0 equal to n factorial by 2 pi I integral over C. ഇവിടെ CR ആണ്. integral over CR f of z dz divided by z minus Z0 whole raised to n plus 1. ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ മോഡുലസ് എടുക്കും. ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്.
Then by splitting we get n factorial, modulus of n factorial by 2 pi I into modulus of integral over CR f of z dz divided by z minus z naught whole raised to n plus 1. Then n factorial modulus n factorial 2 pi I modulus 2 pi ആണ് I modulus 1. Then modulus of ആ ടേം വരും. then ഈ മോഡുലസ് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി ആയി മാറും. n factorial by 2 pi integral over CR modulus of f of z dz divided by z minus z naught all raised to n plus 1. So that's equal to n factorial by 2 pi integral over CR mod f of z ൻ്റെ mod f of z split ചെയ്യാം ഓരോന്നും mod dz divided by mod z minus z naught all raised to n plus 1. ഇനി ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mod f of z ൻ്റെ മാക്സിമം വാല്യൂ mr ആണ്. അതുപോലെ z minus z naught എന്ന് പറഞ്ഞാൽ r ആണ്. അങ്ങനെ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ less than or equal to n factorial by 2 pi integral over CR mr mod dz divided by r raised to n plus 1. So n factorial by 2 pi mr r raised to n plus 1 integral over CR mod dz. integral over CR mod dz എന്ന് പറഞ്ഞാൽ CRൻ്റെ ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷനാണ്. സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ 6 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ മീൻസ് ഇറ്റ് ഈസ് 2 pi r. 2 pi r എന്ന് വരും. സോ ഒരു r ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് ആറും അതുപോലെ 2 pi ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ mr divided by r raised to n. Left side modulus of fn of z naught less than or equal to mr n factorial divided by r raised to n. So that is the Cauchy's inequality അല്ലെങ്കിൽ Cauchy's estimate എന്ന് പറയുന്നത്. Next we have a very important theorem, that is Liouvilles theorem. The statement is, if a function f is entire and bounded in the complex plane, then f of z is constant throughout the plane. ഒരു ഫംഗ്ഷൻ f of z രണ്ട് കണ്ടീഷൻ, ഒന്ന് എൻറ്റയർ ആയിരിക്കണം. എൻറ്റയർ എന്ന് പറഞ്ഞാൽ എൻറ്റയറിൻ്റെ ഡെഫിനിഷൻ അനാലിറ്റിക് എവരിവെയർ ആണ്. അനാലിറ്റിക് എവരിവെയർ അതായത് കംപ്ലീറ്റ് കോംപ്ലക്സ് പ്ലെയിൻ സിയിൽ അനാലിറ്റിക് ആവുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ സൈൻ സെഡ്, കോസ് സെഡ്, ഇ റേസ് ടു സെഡ്, പോളിനോമിയൽസ് ഒക്കെ എക്സാമ്പിൾസ് ആയി പറയാറുണ്ട്. ഒരു കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആവുന്ന ഫംഗ്ഷൻസിനെയാണ് എൻറ്റയർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് സെഡ് എൻറ്റയർ ആണ്, അതുപോലെ ബൗണ്ടഡ് ആണ്. ഈ രണ്ട് കണ്ടീഷനും എഫ് ഓഫ് സെഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി പ്ലെയിൻ എന്നാണ് പറയുന്നത്. സോ ഇത് പ്രൂവ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത Cauchy's ഇനീക്വാലിറ്റി അല്ലെങ്കിൽ Cauchy's എസ്റ്റിമേറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എൻറ്റയർ ആണ്, ബൗണ്ടഡ് ആണ് തന്നിട്ടുണ്ട്. ബൗണ്ടഡ് ആണ് മീൻസ് മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എം എന്ന് പറയാൻ പറ്റും ഫോർ എവരി സെറ്റ്. മോഡ് എഫ് ഓഫ് സെഡിൻ്റെ ബൗണ്ടറി എം ആണ്. ഇനി നമ്മളൊരു ആ പ്ലെയിനിൽ കംപ്ലീറ്റ് കോംപ്ലക്സ് പ്ലെയിനിലാണ് പറഞ്ഞത്. അതിലൊരു ആർബിട്രറി പോയിന്റ് സെഡ് നോട്ട് എടുക്കുക. അതിൻ്റെ ആർബിട്രറി കോംപ്ലക്സ് നമ്പർ 6. ദെൻ സെൻറ്റർ സെഡ് നോട്ടും റേഡിയസ് 6 ആയിട്ടുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. സെൻറ്റർ സെഡ് നോട്ടും റേഡിയസ് 6 ആയിട്ടുള്ള ഒരു സർക്കിൾ സി എന്ന് കൊടുത്തു. പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ സി അല്ലെങ്കിൽ CR, റേഡിയസ് 6 ആയതുകൊണ്ട് CR എന്ന് കൊടുക്കാം. ഇനി എഫ് ഓഫ് സെഡ് എൻറ്റയർ ഫംഗ്ഷനാണ്, അതായത് അനാലിറ്റിക് എവരിവെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് സെഡ് ഈ സർക്കിളിലും അതുപോലെ സർക്കിളിനുള്ളിലും അനാലിറ്റിക് ആയിരിക്കും. സർക്കിളിനുള്ളിലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിരിക്കും. എല്ലായിടത്തും അനാലിറ്റിക് ആണ്. സോ ഇൻസൈഡ് ആൻഡ് ഓൺ CR എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക്. We have by the Cauchy's inequality fn of modulus of fn of z naught less than or equal to m n factorial. ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ m എന്നാണ് എടുത്തത്. നേരത്തെ mr ആയിരുന്നു, അതുകൊണ്ടാണ് m എഴുതുന്നത്. ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r raised to n എന്ന് എഴുതാം.
This is true for every n equal to 1, 2, 3, etc. ഏതെന്നും true ആണ്. So നമ്മൾ n equal to 1 എന്ന് എടുക്കും. So modulus of f dash of z naught less than or equal to m into 1 factorial divided by r raised to 1. That is m by r എന്ന് കിട്ടും. Modulus of f dash of z naught less than or equal to m by r. അപ്പോൾ നമ്മളൊരു സർക്കിളിലാണ് ഇതെടുത്തത്. അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻസ് എൻ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ട്രൂ ആണ്. അപ്പോൾ എൻ്റയർ കോംപ്ലക്സ് പ്ലെയിൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ റേഡിയസ് ഇൻക്രീസ് ചെയ്യാം. ദാറ്റ് ഈസ് റേഡിയസ് മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ r tends to infinity. When r tends to infinity, modulus of f dash of z naught less than or equal to r ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ m by infinity എന്ന് വരും. m by infinity means 0. That is modulus of f dash of z naught less than or equal to 0. Modulus ആണ്, so it is should be less than 0 ആവില്ല, equal to 0. That is f dash of z naught equal to 0. ഈ z naught എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ് ആണ്. ഏത് പോയിന്റ് എടുത്തിട്ട് അത് സെൻറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാലും നമുക്ക് സർക്കിൾ കൺസിഡർ ചെയ്താലും നമുക്ക് ഇതുപോലെ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ദി ഡെറിവേറ്റീവ് f dash of z equal to 0 എന്ന് കിട്ടും for every point, for any point z. So derivative 0 means the function f of z is a constant എന്ന് കിട്ടും. So if a function f is entire and bounded, then it becomes a constant function. That is Liouvilles theorem. Next we have another important theorem, fundamental theorem of algebra. Any polynomial p of z equal to a0 plus a1 z plus x plus etc. an z raised to n, where an not equal to 0, of degree n greater than or equal to 1 has at least one 0. That is, there exists at least one point z naught such that p of z naught equal to 0. അതായത് ഏതൊരു പോളിനോമിയലും ഏതൊരു n ഡിഗ്രി പോളിനോമിയലും n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് ഡിഗ്രി മിനിമം 1 എങ്കിലും ആയിട്ടുള്ള ഒരു പോളിനോമിയൽ, കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ല, നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിനും ഏതൊരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിനും അറ്റ്ലീസ്റ്റ് വൺ 0 ഉണ്ടാവും. 0 മീൻസ് റൂട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് z naught സച്ച് ദാറ്റ് p of z naught equal to 0. p of z ഒരു ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടുള്ള പോളിനോമിയൽ ആണെങ്കിൽ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് z naught സച്ച് ദാറ്റ് p of z naught equal to 0. p of z naught equal to 0 ആവുന്ന ഒരു z naught എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. ഇത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് വൺ 0 ഉണ്ടാവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോ 0 എന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് ദാറ്റ് p of z has no 0. That is p of z not equal to 0 for every z. ഒരു z എടുത്താലും p of z equal to 0 എന്ന് നമുക്ക് കിട്ടില്ല. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 by p of z എന്നുള്ള ഫംഗ്ഷൻ ഇതിന് f of z എന്ന് കൊടുത്തു. ഈ f of z അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ p of z 0 ആവുന്ന പോയിന്റ് ആണ്. പക്ഷെ p of z നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ 1 by p of z എല്ലായിടത്തും അനാലിറ്റിക് ആയിരിക്കും. അനാലിറ്റിക് എവരിവേർ, ദാറ്റ് ഈസ് നമുക്ക് എൻ്റയർ എന്ന് പറയാം. സോ f of z ഈക്വൽ ടു 1 by p of z ഈസ് അനാലിറ്റിക് എവരിവേർ, ദാറ്റ് ഈസ് f of z ഇസ് എ എൻ്റയർ ഫംഗ്ഷൻ. നൗ നമുക്ക് p of z തന്നിട്ടുണ്ട് a0 പ്ലസ് a1 z പ്ലസ് a2 z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an z raised to n where an not equal to 0. Taking z raised to n outside, we get a0 by z raised to n plus a1 by z raised to n minus 1 plus a2 by z raised to n minus 2 plus etc. plus an minus 1 by z plus an എന്ന് കിട്ടും. ഇനി ഇതിൽ ഈ an ഒഴികെയുള്ള ബാക്കി ടേമിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതായത് w എന്ന് കൊടുക്കാം. w ഈക്വൽ ടു a0 by z raised to n plus a1 by z raised to n minus 1 plus etc. plus an minus 1 by z. ഇതിന് w എന്ന് കൊടുത്താൽ നമുക്ക് p of z equal to z raised to n into w plus an എന്ന് എഴുതാൻ പറ്റും.
P of z equal to z raised to n into w plus an. ഇനി ഈ ഡബ്ല്യൂലെ ഓരോ ടേമിൻ്റെയും ഫോം എ ഐ ബൈ സെഡ് റൈസ് ടു എൻ മൈനസ് ഐ എന്നുള്ള ഫോമിലാണ്. എ ഐ ബൈ സെഡ് റൈസ് ടു എൻ മൈനസ് ഐ, വേർ ഐ is equal to 0, 1, 2, 3 etc. n minus 1 വരെ. So we choose a positive number capital R such that modulus of AI divided by z raised to n minus I is less than mod an by 2n. Mod AI by z raised to n minus I mod an by 2 into n നേക്കാളും ചെറുതാകുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് നമ്പർ R ചൂസ് ചെയ്യുക ഫോർ or with mod z greater than R. mod z equal to R എന്ന് പറഞ്ഞാൽ അതൊരു സർക്കിളാണ് വിത്ത് സെൻറ്റർ സം mod z equal to R എന്ന് പറഞ്ഞാൽ സർക്കിൾ വിത്ത് സെൻറ്റർ 0, 0 ആൻഡ് റേഡിയസ് R. ഇനി mod z ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ആണ്. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ, സർക്കിളിൻ്റെ പുറത്തുള്ള ഭാഗം. അപ്പോൾ ആ സർക്കിളിൻ്റെ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ള സർക്കിളിൻ്റെ എക്സ്റ്റീരിയറിൽ മോഡ് എ ഐ ഡിവൈഡ് ബൈ സെഡ് റൈസ് ടു എൻ മൈനസ് ഐ ലെസ് ദാൻ മോഡ് എ എൻ ബൈ 2n ആകുന്ന ആ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ നമ്മളൊരു പോസിറ്റീവ് നമ്പർ ആറ്, ക്യാപിറ്റൽ ആറ് ചൂസ് ചെയ്തു. ദെൻ മോഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മോഡ് ഡബ്ല്യു മീൻസ് എ നോട്ട് ബൈ സെഡ് റൈസ് ടു എൻ പ്ലസ് എ വൺ ബൈ സെഡ് റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ ബൈ സെഡ്. അപ്പോൾ മോഡ് ഡബ്ല്യു മീൻസ് മോഡുലസ് ഓഫ് ഡബ്ല്യു മീൻസ് മോഡുലസ് എടുത്താൽ ദെൻ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ മോഡ് എ നോട്ട് ബൈ സെഡ് റൈസ് ടു എൻ പ്ലസ് മോഡ് എ വൺ ബൈ സെഡ് റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് എ എൻ മൈനസ് വൺ ബൈ സെഡ്. ഇനി ഓരോന്നിനും പകരം എന്ത് കൊടുക്കാം? നമുക്കൊരു ഇനീക്വാലിറ്റി ഉണ്ട്, മോഡ് എ ഐ ബൈ സെഡ് റൈസ് ടു എൻ മൈനസ് ഐ ലെസ് ദാൻ മോഡ് എ എൻ ബൈ 2n. അപ്പോൾ ഇതെല്ലാം ഐക്കും ട്രൂ ആണ് ഫോർ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആറിൽ. അപ്പോൾ ഓരോ ടേമിനും പകരം എന്ത് കൊടുക്കുക? മോഡ് എ എൻ ബൈ 2n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല, കാരണം ഇവിടെ ലെസ് ദാനേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ മോഡ് എ എൻ ബൈ 2n പ്ലസ് മോഡ് എ എൻ ബൈ 2 into n പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് എ എൻ ബൈ 2n. അങ്ങനെയുള്ള എത്ര ടേംസ് ഉണ്ടാവും ഡബ്ല്യൂവിൽ? 0, 0, 1, 2, 3 എക്സെട്ര n മൈനസ് 1. അപ്പോൾ n ടേംസ് ഉണ്ടാവും. ലെസ് ദാൻ n ഇൻറ്റു മോഡ് എ എൻ ബൈ 2n ദാറ്റ്സ് ഈക്വൽ ടു മോഡ് എ എൻ ബൈ 2. സോ മോഡ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ മോഡ് എ എൻ ബൈ 2 ഫോർ എവരി മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ. ഇതെല്ലാം മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആറിലാണ്. സോ വെൻ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ നമുക്ക് പി ഓഫ് സെഡ് ആണ്. അപ്പോൾ മോഡ് എ എൻ പ്ലസ് ഡബ്ല്യു ഇത് നമുക്ക് മോഡ് സെഡ് വൺ പ്ലസ് സെഡ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. മോഡുലസ് ഓഫ് മോഡ് സെഡ് വൺ മൈനസ് മോഡ് സെഡ് ടു. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് മോഡ് എ എൻ മൈനസ് മോഡ് ഡബ്ല്യു എന്ന് എഴുതാം. അപ്പോൾ മോഡ് ഡബ്ല്യു നമ്മളിവിടെ മോഡ് ഡബ്ല്യുവിൻ്റെ മോഡ് എ എൻ ബൈ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മോഡ് എ എൻ പ്ലസ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല, കാരണം ഇവിടെ ഇനി ഈക്വാലിറ്റി ഇല്ല, ഇനീക്വാലിറ്റി മാത്രമേ ഉള്ളൂ. സോ ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് മോഡ് എ എൻ അതുപോലെ എഴുതി. ഇനി മോഡ് ഡബ്ല്യുവിന് പകരം മോഡ് എ എൻ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
mod an by 2. It is greater than mod an minus mod an by 2 means mod an by 2. It is greater than mod an by 2. എന്നിട്ട് mod an plus w greater than mod an by 2 for every mod z greater than r. Now mod p of z. Mod p of z. P of z എന്ന് പറഞ്ഞാൽ p of z equal to z raised to n into an plus w ആയിരുന്നു. അപ്പോൾ mod p of z എന്ന് പറഞ്ഞാൽ mod less of z raised to n into n plus w is equal to mod z raised to n into mod an plus w. ഇതിൽ mod z greater than r ആണ്. mod an plus w ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ mod an by 2 ആണ്. ഇപ്പോൾ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ r raised to n mod an by 2. So mod p of z is greater than r raised to n into mod an by 2. അപ്പോൾ 1 by modulus of 1 by p of z റെസിപ്രോക്കൽ എടുത്താൽ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. 2 by r raised to n into mod an എന്ന് കിട്ടും. 1 by p of z is less than 2 by mod an into r raised to n. അപ്പോൾ 1 by p of z നാണ് നമ്മൾ f of z എന്ന് കൊടുത്തത്. So mod f of z is less than 2 by r raised to n into mod an. 2 കോൺസ്റ്റന്റ് ആണ്. an എന്ന് പറഞ്ഞാൽ p of z-ലെ നമ്മൾ എഴുതിയ an z raised to n എന്നുള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ an ഒരു കോൺസ്റ്റന്റ് ആണ്. r എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. r raised to n കോൺസ്റ്റന്റ് ആണ്. സോ mod f of z ലെസ് ദാൻ ഒരു കോൺസ്റ്റന്റ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് mod f of z less than a constant means f of z is bounded എന്നാണ് മീനിങ്. ഇതെല്ലാം mod z greater than r ലാണ്. when mod z greater than r ആ കണ്ടീഷനിലാണ് നമ്മൾ ഇൻഇക്വാലിറ്റി എല്ലാം എടുത്തത്. അപ്പോൾ mod z greater than r ആവുമ്പോൾ f of z ബൗണ്ടഡ് ആണ്. ഇനി mod z ഈക്വൽ ടു r ആവുമ്പോഴോ, അതായത് ആ സർക്കിളിൻ്റെ ബൗണ്ടറിയിൽ ഒരു സർക്കിളാണ്. അപ്പോൾ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. അപ്പോൾ സർക്കിളിലെ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് ആ സർക്കിളിലെ പോയിന്റ് ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ സർക്കിളിലും എന്തായിരിക്കും ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കും. ഇനി സർക്കിളിനുള്ളിൽ mod z ലെസ് ദാൻ ആറിൽ, സർക്കിളിനുള്ളിൽ എന്ന് പറഞ്ഞാൽ mod z ലെസ് ദാൻ ആർ മീൻസ് ഒരു ബൗണ്ടറി ഉള്ള ഒരു ഫിഗറാണ് സർക്കിൾ. അതിനുള്ളിലുള്ള പോയിന്റ്സ് ആണ്. സോ സർക്കിളിനുള്ളിലും എഫ് ഓഫ് സെഡ് എന്തായിരിക്കും ബൗണ്ടഡ് ആയിരിക്കും. കാരണം എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. ഓരോ പോയിന്റിലും അനാലിറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഡൊമൈനിൽ അനാലിറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ ആ ഡൊമൈനിൽ എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആയിരിക്കണം. അതിന് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് റീജിയൻ ആണ്. അതിന് ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ആ ബൗണ്ടറിയിലുള്ള ഏത് പോയിന്റ് കൊടുത്താലും എഫ് ഓഫ് സെഡിന് വാല്യൂ കിട്ടും. അതിൽ നിന്നൊരു മാക്സിമം മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. That is f of z is bounded. The function f of z is bounded in mod z less than r, mod z equal to r, mod z greater than r. അതായത് നമ്മളൊരു നമ്മുടെ എൻറ്റയർ പ്ലെയിനിനെ നമ്മളൊരു സർക്കിളിൻ്റെ രൂപത്തിൽ സർക്കിളിൻ്റെ ടേമിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു എൻറ്റയർ പ്ലെയിൻ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? സർക്കിളിനുള്ളിലുള്ള ഭാഗം സർക്കിള്, പിന്നെ സർക്കിളിന് പുറത്തുള്ള ഭാഗം, ഇത് മൂന്നും കൂടെ യൂണിയൻ എടുത്ത് നമുക്ക് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ കിട്ടും. സോ സർക്കിളിനുള്ളിലും സർക്കിളിലും അതുപോലെ സർക്കിളിന് പുറത്തും എഫ് ഓഫ് സെഡ് ബൗണ്ടഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എഫ് ഓഫ് സെഡ് എൻറ്റയർ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എൻറ്റയറും ബൗണ്ടഡും ആണ്. ദാറ്റ് മീൻസ് ബൈ ലിയോവില്ലേസ് തിയറം, നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത തിയറം പ്രകാരം എഫ് ഓഫ് സെഡ് എന്താണ്? കോൺസ്റ്റൻ്റ് ആയി മാറും. സോ എഫ് ഓഫ് സെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/p ഓഫ് സെഡ് ആയിരുന്നു. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് 1 ഈസ് ആൾറെഡി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനി 1/p ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ p ഓഫ് സെഡും കോൺസ്റ്റൻ്റ് ആണ്. p ഓഫ് സെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. പക്ഷേ നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് p ഓഫ് സെഡ് ഈസ് എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി
n greater than or equal to 1 എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മിനിമം ഡിഗ്രി 1 ആണ്. അപ്പോൾ പി ഓഫ് സെറ്റ് ഒരിക്കലും എന്തല്ല, ഒരു കോൺസ്റ്റന്റ് അല്ല. കാരണം കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെങ്കിൽ ഡിഗ്രി 0 ആണ്. അപ്പോൾ പി ഓഫ് സെറ്റ് ഈസ് എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. പക്ഷേ നമുക്ക് കിട്ടിയത് പി ഓഫ് സെറ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തത് പി ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവറി സെഡ് എന്നാണ്. എല്ലാ സെഡിനും ഏത് സെഡ് കൊടുത്താലും പി ഓഫ് സെഡ് നോൺ സീറോ ആണ് എന്നാണ് അസ്യൂം ചെയ്തത്. അത് റോങ് ആണ്. ദാറ്റ് മീൻസ് പി ഓഫ് സെഡ് ഈക്വൽ ടു 0 ഫോർ സം സെഡ്. അതായത് there exists at least one point z naught such that p of z naught equal to 0. p of z equal to 0 ആവുന്ന ഒരു പോയിന്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഇനി ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ പി ഓഫ് സെഡ് ഒരു പോളിനോമിയൽ ആണ്, n ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് 1 0 ഉണ്ട്. സപ്പോസ് ദാറ്റ് z1 ആണ് 0 വിചാരിച്ചോളൂ. അപ്പോൾ പി ഓഫ് സെഡിന് നമുക്ക് ഇങ്ങനെ എഴുതാം. z1 0 ആണെങ്കിൽ z മൈനസ് z1 ഒരു ഫാക്ടറാണ്. z മൈനസ് z1 ഇൻറ്റു അനദർ പോളിനോമിയൽ q1 ഓഫ് z എന്ന് എഴുതാം. വേർ q1 ഓഫ് സെഡിൻ്റെ ഡിഗ്രി n-1 ആയിരിക്കും. ഇനി q1 ഓഫ് സെഡിൻ്റെ ഡിഗ്രി n-1 ആണ്. അപ്പോൾ അതിനും അറ്റ്ലീസ്റ്റ് 1 0 ഉണ്ടാവും. അത് z2 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2 ഇൻറ്റു another polynomial q2 of z, where degree of q2 of z equal to n-2. അപ്പോൾ വീണ്ടും അതിന് ഒരു 0 ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്ത് പോയാൽ we can write p of z as z minus z1 into z minus z2 into z minus z3 into etc. z minus zn into some constant, ഒരു കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പി ഓഫ് സെഡ് എന്ന പോളിനോമിയലിനെ നമുക്ക് ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. z മൈനസ് z1, z മൈനസ് z2 എക്സെട്ര z മൈനസ് zn. n ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഏതൊരു പോളിനോമിയലിനെയും കോംപ്ലക്സ് പ്ലെയിനിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് an application of fundamental theorem of algebra. Thank you.